CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആരോപണം ആവർത്തിച്ച് ദല്ലാൽ നന്ദകുമാർ. അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ കൈമാറിയ കവറിന്റെ ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു. ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ കവറിൽ 25 ലക്ഷം കൈമാറിയെന്നാണ് നന്ദകുമാർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിന്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്റർവ്യൂ കോൾ ലെറ്ററിന്റെ പകർപ്പ് കൈവശമുണ്ട്. നിയമനം നടക്കാതെ വന്നപ്പോൾ 5 തവണയായി പണം തിരികെ നൽകി. പണമിടപാടിൽ ആൻഡ്രൂസ് ആന്റണി എന്നയാൾ ഇടനിലക്കാരനായിരുന്നു. അനിൽ ആന്റണിയുടെ അടുപ്പക്കാരനാണ് ആൻഡ്രൂസ് എന്നും നന്ദകുമാർ വ്യക്തമാക്കി. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനിലിനുമൊപ്പം ആൻഡ്രൂസ് നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ BJP നേതാവും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രനാണ് കൈപ്പറ്റിയത് എന്ന് നന്ദകുമാർ വെളിപ്പെടുത്തി. 2023 ജനുവരി 4 ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റിലെ SBI ബ്രാഞ്ചിൽ നിന്ന് ശോഭന എന്ന അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്ന് വ്യക്തമാക്കിയ നന്ദകുമാർ ബാങ്ക് രസീതിന്റെ പകർപ്പ് പുറത്തുവിടുകയും ചെയ്തു. ശോഭ എന്ന പേരിലുള്ളയാൾ ശോഭന സുരേന്ദ്രനാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും 10 ലക്ഷം രൂപ ശോഭ തിരികെ നൽകിയില്ല. ശോഭയുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ തന്നെ സമീപിക്കുകയും പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പേര് പുറത്തുവിടുന്നത് എന്നും നന്ദകുമാർ വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോ പതിപ്പിച്ച ആധാരവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിനാണ് പണം നൽകിയത്. തന്റെ ആരോപണം നിഷേധിച്ചാൽ ശോഭയ്ക്കെതിരായ കൂടുതൽ രേഖകൾ പുറത്തുവിടും. ഭൂമി ഇടപാടിൽ കരാർ ഉണ്ടായിരുന്നില്ല എന്നും ശോഭ നേരിട്ട് വിളിച്ചിരുന്നതായും നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി 25 ലക്ഷം കൈപ്പറ്റിയെന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം അനിൽ ആന്റണി നിഷേധിച്ച സാഹചര്യത്തിൽ തെളിവ് പുറത്തുവിടുമെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു. അനിൽ ആന്റണി വലിയ ദല്ലാളാണ്. ഡിഫൻസ് മിനിസ്റ്റർ പദവി UPA 1ഉം 2ഉം സർക്കാരുകളെ വിറ്റ് കാശാക്കിയ ഇടനിലക്കാരനാണ് അനിൽ ആന്റണി. തനിക്ക് പണം തിരിച്ചു നൽകാൻ PJ കുര്യനും PT തോമസും ഇടപെട്ടിരുന്നു. PJ കുര്യൻ ഇടനിലക്കാരനായി നിന്നാണ് തന്റെ പണം തിരികെ കിട്ടിയത്. 2014 NDA സർക്കാർ വന്നപ്പോൾ CBIക്ക് താൻ പരാതി നൽകാനിരുന്നതായിരുന്നു. കുര്യൻ തന്നെ തടഞ്ഞു. അന്ന് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. ഈ വിഷയത്തിൽ പത്തനംതിട്ടയിൽ സ്വന്തം ചിലവിൽ സംവാദത്തിന് തയ്യാറാണെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. 2013 ഏപ്രിലിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. CBI ഡയറക്ടറായിരുന്ന രഞ്ജിത്ത് സിൻഹയ്ക്ക് കൈമാറാനാണ് അനിലിന് പണം കൊടുത്തത്. എന്നാൽ നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായില്ല. PJ കുര്യനോട് കാര്യം പറഞ്ഞുവെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ PT തോമസ് ഇടപെട്ടിട്ടാണ് 5 ഗഡുക്കളായി പണം ലഭിച്ചത്. NDA മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആ വേളയിൽ PJ കുര്യനാണ് പിന്തിരിപ്പിച്ചത്. രഞ്ജിത്ത് സിൻഹയുടെ നിയമനത്തിലും അനിൽ ആന്റണിക്ക് പങ്കുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് അറിയപ്പെടുന്ന ദല്ലാളായിരുന്നു അനിൽ. AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധ കരാറിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ഇടപാടുകൾ നടത്തി. ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിടിക്കപ്പെടാതിരിക്കാനായി BJPയിൽ ചേർന്നത് എന്നാണ് നന്ദകുമാർ ഉന്നയിക്കുന്ന ആക്ഷേപം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPയുടെ തീപ്പൊരി നേതാവ് തന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ട് എന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു.